ദൈവത്തിന്റെയും ഈ സഭായോഗത്തിന്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കും, ക്രിസ്തുവിന്റെ ശക്തിയിൽ നിങ്ങളവും ഈ ലോകത്തിന്റെ മായയും ജഡത്തിന്റെ പാപങ്ങളും പിശാച സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ചേർന്ന് പറയണം, ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിനുമായി ഞാൻ വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? അടുത്ത ചോദ്യത്തിനുമായി ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിന്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നു എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കിയത് രക്ഷകൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശുവിന്റെ രക്ഷകൻ എന്ന് പറയാൻ ഒരുപക്ഷെ ഇതിന് മുമ്പ് നിങ്ങൾ പറയാനിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ മനുഷ്യരാവുമല്ലോ, കുട്ടികളുടെ പ്രത്യേക രീതികളൊക്കെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നമ്മളോട് ഞാൻ ചോദിക്കുകയാണ്, യേശു നമുക്ക് രക്ഷകനാകുന്നത് നമ്മളെ രക്ഷിക്കുന്നതാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് രക്ഷ. ശിക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നമ്മളെ രക്ഷിക്കുന്നതാണ് യേശു. അതുകൊണ്ടാണ് യേശു നമുക്ക് രക്ഷകനായി ചെയ്യുന്നത്. പാപത്തിന്റെ ശിക്ഷ എന്താ? പാപത്തിന്റെ ശമ്പളം എന്താ? പാപത്തിന്റെ ശമ്പളം മരണം മാത്രമേ. പാപത്തിന്റെ ശമ്പളം മരണം മാത്രമേ അല്ലെ? പാപത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മരണമാണ്, നിത്യമായ മരണമാണ്. ഇവിടെ യേശു ആ നിത്യമായ മരണത്തിൽ നമ്മെ എന്ത് ചെയ്തു? രക്ഷിക്കും. മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിന്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ സ്വീകരിക്കുന്നു പറയുമ്പോൾ നീ മുതൽ ആരാണ് നിങ്ങളുടെ രക്ഷകൻ? ആരാണ് നിങ്ങളുടെ നായകൻ? ആരാണ് നിങ്ങളെ നിങ്ങൾ സ്തുതിക്കുന്നത്? ആരാണ്? യേശു. പറയാം, ഞാൻ സ്വീകരിക്കുന്നു പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിന്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? നമുക്ക് എല്ലാവർക്കും വിശ്വാസപ്പെടണം. നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളുകയും നടത്തുകയും ചെയ്യുമോ? അടുത്ത 3 ചോദ്യങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. കർത്തൃ ദിവസത്തിൽ, അതായത് വിശുദ്ധ ആരാധനാ ദിവസങ്ങളിൽ നിങ്ങൾ സകല ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിന്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങൾ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ക്രൂശിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ഏറ്റു പറയുന്നതിന്, അവനെ കുടികളിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിന്, വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് യുവവരെയും അവരുടെ വിശ്വസ പ്രയാണികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഏക രക്ഷിതാവായ മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അതിനനുസരിക്കുന്നതിനും തന്റെ ജനങ്ങളുമായ ഉദാഹരണങ്ങൾ ജീവിക്കുന്നതിനുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞത് ഇപ്പോൾ വിട്ടുകൊടുത്തി. നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ പരിശുദ്ധാത്മാവിനെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ എന്റെ ദൈവമേ,
ഞാൻ എനിക്കുള്ളവരല്ല, നിനക്കുള്ളവരെ എൻ്റെ ആവശ്യമാവുകയും നിന്നെ സ്നേഹിക്കേണ്ടതിന് വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ നിന്റെ വലുതായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. നമുക്ക് ഈ സമയത്ത് ഈ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായ അല്പസമയം മൗനമായി പ്രാർത്ഥിക്കും. അതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള അവരുടെ മേൽ പകർത്തുന്നതിന് കൃത്യമായി പ്രാർത്ഥിക്കും. നമുക്ക് ഈ സമയത്ത് പാടും. അതിൻ്റെ 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ സഭാമക്കൾ ഡയക്സനോടൊപ്പം ചേർന്ന് പാടേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ വരവിനായുള്ള അപേക്ഷ ആകുന്ന 414 നമുക്ക് ഈ സമയത്ത് വളരെ പ്രാർത്ഥനാപൂർവ്വം നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ഭക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരെ ദിനത്തോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും കർത്താവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വകീയതകൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വകീയതകൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ.
നിന്റെ സ്വർഗീയം കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ നിങ്ങൾ ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് തരുന്നു. നാം എല്ലാവരും ആത്മാവിൻ്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ. അതിലെല്ലാ ചുമതലകൾ നിർവഹിക്കുന്നതിനുമായി നാം ഇന്നേ ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു. നിങ്ങൾ മിശിഹായുടെ കുടിക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രാണാവസാനം വരെ അവന്റെ വിശ്വസ്ത പ്രജാളികളും ദാസരുമായ തോന്നുന്നുണ്ടെന്നും നാം വിശ്വസിക്കും. സഭ മക്കളെ ഇരിക്കാം. അജിത് ജോസ്, ജുവാൻ ബിജോയ്, ജയന്ത് ബിജോയ്, കീർത്തന എ ആമോസ്, സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോവുകയും ധൈര്യപ്പെട്ടിരിക്കുകയും നല്ലതിനെ പ്രകടിപ്പിക്കുകയും ആർക്കും നിർമ്മിക്കുവാൻ ചെയ്യാതെ മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും വേലകരെ താങ്ങുകയും നേരിട്ടുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെയുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Nana
ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശുഭവും എത്ര മനോഹരമാകുന്നു. അപ്പം ഒന്നാണ് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സമാധാനത്തിന്റെയും ഐക്യതയുടെയുമായ ദൈവത്തിന്റെ പ്രിയ സമാധാനം. ഞങ്ങൾ നിനക്കതല്ലേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ പിതാവേ, നിന്റെ ദൈവമേ, എല്ലാ കാലങ്ങളിലും
യേശുക്രിസ്തുവിന്റെ തിരുരക്തം. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം. ശരീരത്തിന്റെയും രക്തത്തിന്റെയും സത്രകത്ത് വിശ്വാസത്തെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനും നിർത്താവുമായ യേശുമിശിഹായി ഞങ്ങളെ മക്കളായി നീ സ്വീകരിക്കുന്നുവല്ലോ. അവൻ മഹാവിലേറിയ ശരീരവും രക്തവുമാകുന്ന ആത്മീയ ആഹാരം കൊണ്ട് നിങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാവമോചനവും പുതുജീവനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ ജീവനാത്മാക്കൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ശരീരവും ആത്മാക്കളും ജീവനും വിശുദ്ധയാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാണ് ഏറ്റവും ഉചിതമായ ആരാധന. ലോകത്തിന് അനുരൂപനാകാതെ നല്ലതും പൂർണ്ണമായ ദൈവികം ഇതെന്ന് തിരിച്ചറിയുന്നതിന് മനസ്സ് പുതുക്കി വാദന സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അനുസരിച്ച്
അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അന്ന് നിങ്ങളെ സഹായിച്ചവർക്കായി സ്തോത്രം. ഞങ്ങളിൽ ഒന്നുമായിട്ടുള്ളവർ അവിടുത്തെ പരിശുദ്ധമായ കണ്ണുകളുണ്ട് നിങ്ങൾക്കുള്ളതായ വീഴ്ചകൾ എല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് അന്ന് നിങ്ങൾ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണമേ. നമുക്കെല്ലാവരുടെ ഭവനങ്ങളിലേക്ക് അവരുടെ പ്രാർത്ഥന മേഖലയിലേക്ക് തിരികെ പോകും. അവരോടുകൂടെ ദൈവമായി സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവരുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള വിവേകം ജ്ഞാനം നൽകി അനുഗ്രഹിക്കണം. പ്രത്യേകം ഇന്ന് സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെ 24 പേരെയും അവരുടെ കണ്ണിൽ സമർപ്പിക്കുക. അവരെയും അവരുടെ മാതാപിതാക്കന്മാരെയും അവരുടെ മാനന്തരപ്പെട്ടവരെയും ജ്ഞാനമാതാക്കന്മാരെയും എല്ലാവരെയും അവർ മനസ്സിലാക്കി അവരെ മനസ്സിലെടുത്ത പ്രതിജ്ഞകൾ തീരുമാനങ്ങൾ എല്ലാം അവരുടെ ആശയങ്ങളെയും പാലിപ്പാൻ അന്നോടൊന്നും പ്രവേശിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിലെ എല്ലാ കാലത്തും നിങ്ങളുടെ പക്ഷം ചേർന്ന് സഞ്ചരിപ്പാൻ, നന്മയുടെ പക്ഷം ചേർന്ന് സഞ്ചരിപ്പാൻ, വെളിച്ചത്തിൻ്റെ പക്ഷം ചേർന്ന് സഞ്ചരിപ്പാൻ നമ്മളെ അവരുടെ സഹായം നിങ്ങളുടെ വീരസാക്ഷികളായി നിൽപ്പാൻ ജീവിതത്തോട് അങ്ങനെ ഉയർത്തി കാട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അടിയുറച്ച വിശ്വാസത്തോടെ ആരാധനക്കാട്ട് കടന്നു വരുവാൻ മതത്തിൽ അങ്ങമാർക്കുന്ന യേശുമാർ പ്രാർത്ഥിക്കുന്നത് ശ്വാസോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുകയും സകല ബുദ്ധിയും കഴിയുന്ന